നടി മഞ്ജു വാര്യർക്ക് എതിരെ വക്കീൽ നോട്ടീസ്. ഫുട്ടേജ് സിനിമയിൽ അഭിനയിച്ച ശീതൽ തമ്പിയാണ് നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി എബി ചേരുന്നുണ്ട്. എബി, എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? എന്താണ് പരിക്കേറ്റ നടി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിപ്പം ഇതിന്റെയൊക്കെ ഒരു സമയമാണ്. കാരണം നമ്മുടെ റിപ്പോർട്ട് പുറത്തു വന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന് അതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ വലിയ വിവാദങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വക്കീൽ നോട്ടീസ് വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട്. ഫുട്ടേജ് സിനിമയിലെ അഭിനയിച്ച ശീതളാണ് ഇപ്പോൾ ഈ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള മഞ്ജു വാര്യർക്കെതിരെ ഇത്തരത്തിലൊരു വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ സുരക്ഷ ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ 5 കോടിയാണ് നഷ്ടപരിഹാരമായി ശീതൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഈ വക്കീൽ നോട്ടീസ് മുഖാന്തരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സുരക്ഷ ഒരുക്കിയിട്ടില്ല. തന്നെയുമല്ല, ഈ സിനിമാ ചിത്രീകരണത്തിന്റെ സമയത്ത് അപകടകരമായിട്ടുള്ള രംഗങ്ങൾ തന്നെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ശീതളിന് ഇത്തരത്തിൽ കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതാണ് പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 5 കോടിയാണ് ഇതിന്റെ നഷ്ടപരിഹാരം. എന്തായാലും ഇതിൽ ഈ വക്കീൽ നോട്ടീസ് പുറത്തു വന്നിട്ടുണ്ട്. ബാക്കി ഇവരുടെ പ്രതികരണങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഈ വക്കീൽ നോട്ടീസ് വന്നതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട് ഇതിൽ. ഒപ്പം തന്നെ ഈ 5 കോടി രൂപയൊക്കെ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഈ കേസിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്ന ആ സാഹചര്യം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചൊക്കെ കണ്ടറിയണം മഞ്ജു വാര്യർ. എന്തായാലും മഞ്ജു വാര്യരുടെ പ്രതികരണം വന്നിട്ടില്ല. ഒപ്പം തന്നെ ശീതളിന്റെയും പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. വക്കീൽ നോട്ടീസാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്.